മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസ്താവന ആളിപ്പടരുമ്പോൾ ന്യായീകരിക്കാൻ പാടുപെടുകയാണ് CPM-നെ കടന്നാക്രമിക്കാനുള്ള കള്ളപ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് MV ഗോവിന്ദന്റെ പ്രതികരണം വരുന്നത്. സജി ചെറിയാന്റെയും AK ബാലന്റെയും വിഷം തീണ്ടുന്ന വാക്കുകളെന്ന് സമസ്ത മുഖപത്രം സുപ്രഭാതം ശക്തമായ ഭാഷയിൽ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഉത്തരേന്ത്യയിൽ അമിത്ഷായും നരേന്ദ്രമോദിയും പ്രയോഗിച്ചത് ഇതേ തിരഞ്ഞെടുപ്പ് തന്ത്രമെന്ന് സുപ്രഭാതം പറയുന്നു. അതേസമയം ജമാഅത്തെ ഇസ്ലാമിയുമായി ചേരുന്നതിൽ VD സതീശന് യാതൊരു മടിയുമില്ല എന്ന വിമർശനം MV ഗോവിന്ദൻ ഇന്നും ആവർത്തിച്ചു. അതേസമയം മന്ത്രി V അബ്ദുറഹ്മാൻ ജമാഅത്തെ ഇസ്ലാമിയുമായി വേദി പങ്കിട്ടതിൽ MV ഗോവിന്ദൻ മൗനം പാലിക്കുകയും ചെയ്തു. മുസ്ലിം ലീഗിന് എതിരെയുള്ള മന്ത്രി സജി ചെറിയാന്റെ വർഗീയ പരാമർശത്തിൽ മറുപടിയുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AP സ്മിജി രംഗത്ത് വന്നു. സജി ചെറിയാന്റെ വാക്ക് ഒത്തുചാലിലെ അഴുക്കുവെള്ളം മാത്രമെന്ന പ്രതികരണമൊക്കെ വരികയാണ്. അപ്പോൾ എല്ലായിടങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നപ്പോൾ ഈ സംഭവത്തിൽ CPM വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് സജി ചെറിയാൻ എത്തിച്ചിരിക്കുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. ഒപ്പം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ അബ്ദുറഹ്മാൻ പങ്കെടുക്കുമ്പോൾ അത് എത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്നു, അങ്ങനെ പ്രതിപക്ഷം ഇതിനെ എത്രത്തോളം രാഷ്ട്രീയ ആയുധമാക്കും എന്നതുകൂടി പരിശോധിക്കാം. മാർഷൽ V സെബാസ്റ്റ്യൻ, അഭിലാഷ് മോഹനും ചേരുകയാണ്. മാർഷൽ, ഈ വിഷയം നമ്മൾ ഓരോ ദിവസവും ചർച്ച ചെയ്തങ്ങ് വിടുകയാണ് ചെയ്തത്. പക്ഷേ ചർച്ച ചെയ്ത് വിട്ടുകഴിഞ്ഞാലും അതവിടെ അടഞ്ഞിരുന്നില്ല, ആ വിവാദങ്ങൾ അടയുന്നില്ല എന്ന രീതിയിലാണ് ഓരോ പ്രതികരണങ്ങളും വരുന്നത്. ഈ സജി ചെറിയാന്റെ പ്രതികരണം, അതിനുശേഷം സജി ചെറിയാൻ ഒരർത്ഥത്തിൽ പോലും അതിനെ അപലപിക്കുകയോ അല്ലെങ്കിൽ അത് തെറ്റ് കാണുകയോ ചെയ്യുന്നില്ല. ഇന്നിപ്പോൾ എന്താണ്, സമസ്തയടക്കം രംഗത്ത് വരികയാണ് ശക്തമായി. ഇപ്പോൾ CPM-ന്റെ മറുപടികൾ MV ഗോവിന്ദൻ എന്താണ്, ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള രീതി, ഉപരിപ്ലവമായിട്ടാണ് ഈ പ്രതികരണങ്ങൾ നടത്തുന്നത്. അതിനെ ഒരു ആഴത്തിലേക്ക് പോകാൻ ആരും ശ്രമിക്കുന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെ മുതിരുന്നുമില്ല. അതെന്തുകൊണ്ടായിരിക്കാം? CPM ഒരു വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് ഈ പ്രതികരണം കൊണ്ടുപോയിട്ടുണ്ടോ? അല്ല, അതിൽ ഞാൻ കാണുന്നത് സജി ചെറിയാൻ്റെ പ്രസ്താവന ആ രീതിയിൽ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു വ്യാഖ്യാനം എന്നുള്ളതാണ്. അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്? മതധ്രുവീകരണം മൂലം ഉത്തരേന്ത്യ മാതിരി തെരഞ്ഞെടുപ്പുകൾ മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പല ഫലങ്ങളും സൂചിപ്പിക്കുന്നത് ജാതിപരമായ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു ധ്രുവീകരണം സംഭവിക്കുന്നു നമ്മുടെ നാട്ടിൽ. അത് ഉത്തരേന്ത്യയിലെ ജാതി രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ മതബോധത്തിൻ്റെയും അടിസ്ഥാനത്തിലേക്ക് മാറി വരുമോ എന്നുള്ള ആശങ്ക അദ്ദേഹം, അതിൽ മതേതരത്വം പറയുന്ന കോൺഗ്രസിന് 2 സീറ്റാണ് കിട്ടിയത് കാസർഗോഡ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. കോൺഗ്രസിന് 2 സീറ്റേ കിട്ടുന്നുള്ളൂ, BJPക്ക് കിട്ടുന്നുണ്ട് 15 സീറ്റ്, മുസ്ലിം ലീഗിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അത് മതരാഷ്ട്രവാദത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. മതേതര രാഷ്ട്രീയം പറയുന്ന കോൺഗ്രസ്, CPM പോലെയുള്ള സംഘടനകൾക്ക് അതിനകത്ത് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്വയംവിമർശനപരമായ ഒരു ചോദ്യമായി. തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ, തെരഞ്ഞെടുപ്പ് കാലം നമ്മൾ എത്രയോ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുണ്ട്. ഈ മതസംഘടനകളുമായിട്ടുള്ള കൂട്ടിച്ചേരൽ അല്ലെങ്കിൽ അങ്ങനെ ചർച്ചകൾക്ക് എന്ത് പുതുമയാണുള്ളത്? പുതുമയുണ്ടോ അതിൽ? ഇല്ല, അത് പുതുമയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു വന്നതാണ്. അപ്പം സ്വാഭാവികമായിട്ട് അദ്ദേഹം ഇത് പറയുന്ന സജി ചെറിയാൻ്റെ പാർട്ടി ഉൾപ്പെടെ എല്ലാ പാർട്ടികളും തിരഞ്ഞെടുപ്പാകുമ്പോൾ അതിനകത്ത് ഇപ്പം നാട്ടിൽ KM ഷാജിയുടെ ഒരു പ്രസംഗമുണ്ട് പഴയത്. അന്ന് ഷാജി പറയുന്നത്, ഷാജി മതേതരവാദി എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്, അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ തലേന്നൊരു പോക്കുണ്ട്, അത് മതസാമുദായിക നേതാക്കളുടെ അടുത്തേക്കാണ്. മാർക്കറ്റിൽ പോത്ത് കച്ചവടം നടത്തുമ്പോൾ തോർത്തുമുണ്ടിട്ട് ഷെയ്ക്കാൻഡ് കൊടുക്കും. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, പഴയ കന്നുകാലി കച്ചവടമാണ്. അതിൽ ഈ തോർത്തുമുണ്ടിട്ട് ഷെയ്ക്കാൻഡ് കൊടുക്കും എന്ന് പറഞ്ഞ പോലെ തലേദിവസം തന്നെ പോയി എല്ലാ മതസാമുദായിക നേതാക്കളെയും കണ്ട് അവരുടെ അനുഗ്രഹവും അവരുടെ ഉറപ്പ് വാങ്ങുന്ന ഒരു ഏർപ്പാട് കേരള രാഷ്ട്രീയത്തിലുണ്ടെന്ന് പറഞ്ഞത് KM ഷാജിയാണ്. അതേ ഷാജി തന്നെ പറയുന്ന ഒരു രീതിയുണ്ട്. പഴയ മുദ്രാവാക്യം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ട, മതമല്ല പ്രശ്നം, എരിയുന്ന വയറിൻ്റെ തീയാണ് പ്രശ്നം എന്നുള്ള മുദ്രാവാക്യം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ്. ആ മുദ്രാവാക്യം അതേപടി തിരുത്തി പറഞ്ഞത് ഷാജിയാണ്. ഷാജി പറഞ്ഞു മതമാണ് പ്രശ്നം എന്ന് പറയും. അപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ തന്നെ, ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ്, അത് സജി ചെറിയാനായാലും ശരി, ഷാജി ആയാലും ശരി, ആരായിരുന്നാലും ശരി, രാഷ്ട്രീയ നേതാക്കൾ തന്നെ സാമുദായിക ആചാര്യന്മാർക്കും സാമുദായിക നേതാക്കന്മാർക്കും മേലധ്യക്ഷന്മാർക്കുമെല്ലാം ഒരു പ്രത്യേക പദവി സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുന്നത് അടിസ്ഥാനത്തിലാണ് ഇവർ ഈ സമയമാകുമ്പോൾ ഞങ്ങളുടെ പിന്തുണ വേണം, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞാൽ ഇതിങ്ങനെ സംഭവിക്കും എന്ന് പറയുന്നത്. VD സതീശൻ വളരെയധികം കൃത്യമായിട്ട് പറയുന്നില്ല, ഞാൻ ഒരാളുടെയും തിണ്ണനിറങ്ങാൻ പോകില്ല എന്ന് പറയുന്ന ആളാണ്. പക്ഷെ ഇവർക്കെല്ലാം ഇത് ഒരു രീതിയിലല്ല, വേറെ രാത്രിയിൽ നമ്മളിപ്പോൾ കണ്ടു കൊടിക്കുന്നിൽ സുരേഷ് വന്ന് റിവേഴ്സ് ഗിയറിൽ പോകുന്നത് കണ്ടു, VD സതീശൻ കൊച്ചിയിൽ അർദ്ധരാത്രിയുടെ മറവിൽ പോകുന്നത് കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിൽ സമ്മർദ്ദ ശക്തികളായിട്ടുള്ള മതസാമുദായിക ശക്തികളിലേക്ക് ഇവർ ആശ്രയിക്കപ്പെടുന്നത് ഇവരുടെ പൊളിറ്റിക്കൽ വർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ജനങ്ങളിൽ വിശ്വാസമാകുന്നിടത്താണ് മതസാമുദായിക നേതാക്കൾക്ക് വില കൽപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നേരത്തെ കൈപ്പള്ളി ചോദിച്ച ചോദ്യം വരുന്നത്, ഈ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇവരെല്ലാം ഇവരെ കാണാൻ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. അഭിലാഷ്, ഇവിടെ പ്രശ്നം മറ്റൊന്നുമല്ല. ഒന്ന്, ഇടതുപക്ഷത്തിൻ്റെ
ഒരു MLA ആണ്, മന്ത്രിയാണ്. തീർച്ചയായും ഇടതുപക്ഷത്തിന് മതേതരമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്, നിലപാടുണ്ട്. ഒരു 2 ജില്ലകളെ കേന്ദ്രീകരിച്ച് അങ്ങേയറ്റത്തെ വിഷലിപ്തമെന്ന് നമുക്ക് പറയേണ്ടി വരുന്ന ഒരു പരാമർശം നടത്തുമ്പോൾ ആ പരാമർശത്തിന് ശേഷം അദ്ദേഹത്തോട് തിരിഞ്ഞു നോക്കണം ആ വാചകങ്ങളിലേക്ക് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ലെവലേശം അദ്ദേഹത്തിന് ഒരു കുറ്റബോധവുമില്ല. വീണ്ടും അതിന്മേൽ ന്യായീകരണങ്ങൾ മാത്രമാണെന്ന് കഴിഞ്ഞ ദിവസം കണ്ടത്. ഇന്നിപ്പോൾ CPM പോട്ടെ, CPM MP ഗോവിന്ദനോട് പറയുമ്പോൾ അതിൽ നിന്നും ഒളിഞ്ഞു പോവുകയാണ്. CPIക്ക് ഒരു നിലപാട് ഇക്കാര്യത്തിൽ വേണ്ടതല്ലേ? CPI നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഒരു ശക്തമായ, ഒരു അസന്നിഗ്ധമായിട്ടുള്ള ഒരു മറുപടി ഉണ്ടാകുന്നില്ല. അപ്പോൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് സജി ചെറിയാന്റെ പ്രസ്താവന എത്തിച്ചിട്ടുണ്ടോ? ഈ CPM-ന് മൊത്തത്തിലൊരു ആശയക്കുഴപ്പമുണ്ട്. ആവർത്തിച്ചു വരുന്ന നേതാക്കളുടെ പരാമർശങ്ങൾ വലിയ തോതിൽ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്യുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. AK ബാലൻ, അതുപോലെ തന്നെ സജി ചെറിയാൻ, MM മണി അടക്കമുള്ള നേതാക്കൾ, EP ജയരാജൻ അടക്കമുള്ള ആളുകൾ പറയുന്ന വാചകങ്ങൾ 1980-കളിലൊക്കെ അത് പറഞ്ഞിരുന്നെങ്കിൽ കുറെ കൂടി അത് ആളുകൾക്ക് അന്നത്തെ രാഷ്ട്രീയത്തിനനുസരിച്ച് മനസ്സിലാവും. ഇത് കാലം മാറിപ്പോയി, ഒരു തരത്തിലും കാലത്തോട് സംവദിക്കാത്ത വാക്കുകളാണ്. ഇന്നലെ ഞാൻ ഇതേ പരിപാടിയിൽ പറഞ്ഞു, സജി ചെറിയാൻ പറഞ്ഞതിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത് കമ്മ്യൂണൽ ഡിവിഷൻ ഉണ്ടാകുന്നു. അതിന് ഉദാഹരിക്കാൻ അദ്ദേഹം കാസർഗോഡ് മുനിസിപ്പാലിറ്റിയാണ്, കാസർഗോഡ് ജില്ലയല്ല, കാസർഗോഡ് മുനിസിപ്പാലിറ്റിയാണ് എടുത്തത്. അതായത് ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ BJP, മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ ലീഗും ജയിക്കുന്നു. അങ്ങനെ ആളുകൾ മതം നോക്കി വോട്ട് ചെയ്ത് അതാത് എൻ്റെ മതത്തിന് എൻ്റെ പാർട്ടി എന്ന നിലയിൽ ഉള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ അത് മതേതര ജനാധിപത്യ സംവിധാനങ്ങൾക്ക് ഭൂഷണമല്ല. അങ്ങനെയാണെങ്കിൽ CPM-ഉം കോൺഗ്രസും അടക്കമുള്ള പാർട്ടികൾ അപ്രസക്തമാകും. ഇത് പറഞ്ഞ് അദ്ദേഹം അങ്ങ് കുളവാക്കി. അദ്ദേഹം പേര് നോക്കിയാൽ അറിയാമായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മലപ്പുറത്തിൻ്റെ ഉദാഹരണമൊക്കെ പറഞ്ഞു. മൊത്തത്തിൽ അത് കയ്യിൽ നിന്ന് പോയി. ഇത് കേൾക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് അത് വളരെ അനോയിങ് ആയി, വളരെ പ്രകോപനപരമായി തോന്നും. യഥാർത്ഥത്തിൽ ഒരു ന്യൂനപക്ഷത്തെ മാത്രം ലക്ഷ്യം വെച്ച് അല്ലെങ്കിൽ ആ നിലയ്ക്ക് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ അതാണ് ഞാൻ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തത്. പല ആളുകൾക്കും അതിൽ എന്തോ ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായിട്ടുണ്ട്. വളരെ കൃത്യമായി കമ്മ്യൂണൽ ഡിവിഷൻ ഉണ്ടാവുന്നുണ്ട് സമൂഹത്തിൽ. അത് ഉണ്ടാവാൻ പാടില്ല എന്നൊരു മന്ത്രി പറയേണ്ടത് പക്ഷേ ഈ ഭാഷയിലല്ല. അത് പറഞ്ഞ് അതങ്ങ് കയ്യിൽ നിന്ന് പോയി. CPM-ന് അത് ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ MP ഗോവിന്ദൻ മാസ്റ്റർ നേരത്തെ AK ബാലൻ്റെ പരാമർശത്തിലും അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. പക്ഷേ ബാലനെ പരസ്യമായി തള്ളാൻ പറ്റില്ല. ഇപ്പോൾ സജി ചെറിയാൻ്റെ പരാമർശത്തിലും MP ഗോവിന്ദൻ മാസ്റ്റർക്ക് അത്ര താല്പര്യമില്ല. പക്ഷേ പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റില്ല. കാന്തപുരം വിഭാഗം, സോഫ്റ്റ് നിലപാടുള്ള കാന്തപുരം വിഭാഗത്തിൻ്റെ അടക്കം ശക്തമായ ഭാഷയിൽ അപലപിക്കുന്നു. സമസ്ത സുപ്രഭാതത്തിൽ അവർ മുഖപ്രസംഗം എഴുതുന്നു. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ തന്നെ എന്തായാലും ഇങ്ങനെ ഒരു പ്രതികരണങ്ങളും അപലപനീയമായിട്ടുള്ള നിലപാടുകളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതാണ്. പക്ഷേ മുഖ്യമന്ത്രി മൂലം എന്താണ് കഴിഞ്ഞ ദിവസം നടത്തിയ ഈ പ്രസംഗത്തിൽ പോലും അവിടെ ന്യൂനപക്ഷത്തിൻ്റെ ആക്രമണങ്ങളെയും ന്യൂനപക്ഷം നേരിടുന്ന വിഷമഘട്ടങ്ങളെയൊക്കെ തന്നെ അപലപിക്കുകയും അതിനെ ആശങ്കപ്പെടുകയും ചെയ്യുമ്പോഴും ഇത്തരം കാര്യങ്ങളിൽ മുഖ്യമന്ത്രിക്കടക്കം എന്തുകൊണ്ടൊരു നിലപാടില്ലാതെ? അതൊരു ആശ്ചര്യജനകമായ കാര്യമാണ്. പലരും അതൊരു സ്ട്രാറ്റജി ആയിട്ടാണ് കാണുന്നത്. അതായത് ഭൂരിപക്ഷ വോട്ട് ഏകീകരണം ലക്ഷ്യമിട്ടുള്ള സ്ട്രാറ്റജി ആയിട്ടാണ് കാണുന്നത്. പക്ഷേ കേരളത്തിൽ ഭൂരിപക്ഷ വോട്ട് ഏകീകരണം നടന്നാൽ തെരഞ്ഞെടുപ്പ് ജയിക്കില്ല. കാരണം ഭൂരിപക്ഷ വോട്ട് ഏകീകരണം എന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ് പുതിയ രാഷ്ട്രീയത്തിൽ. കാരണം BJP എന്ന് പറയുന്ന ഭൂരിപക്ഷ വോട്ടിൻ്റെ ഒരു 30% നേടാൻ കഴിയുന്ന, ഏത് നിലയിലും നേടാൻ കഴിയുന്ന ഒരു ശക്തി അവിടെ നിൽക്കുന്നുണ്ട്. ഭൂരിപക്ഷം എന്ന് പറയുന്ന ഹൈന്ദവ ജനവിഭാഗത്തിൻ്റെ ഡെമോഗ്രഫി അനുസരിച്ചുള്ള സ്ട്രെങ്ത് തന്നെ ഏതാണ്ട് 50% ആണ്. അപ്പോൾ ഭൂരിപക്ഷ ഏകീകരണം നടന്നിട്ടൊന്നും ആർക്കും തെരഞ്ഞെടുപ്പ് ജയിക്കാനൊന്നും പറ്റില്ല. അതൊരു സ്ട്രാറ്റജി ആണെന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. അങ്ങനെ ഒരു സ്ട്രാറ്റജി വിജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ തോക്കുന്ന സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ഈ കാര്യത്തിൽ ഇപ്പോൾ മുമ്പൊക്കെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുകയാണെങ്കിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോട് വിമർശനപരമായ നിലപാടാണ് ഇവിടുത്തെ മുഖ്യധാര സുന്നി സംഘടനകൾക്കുള്ളത്. AP വിഭാഗം സുന്നികൾക്കും EK വിഭാഗം സുന്നികൾക്കുള്ളത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ ആക്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യം അല്ല ഇപ്പോൾ ഉള്ളത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ തന്നെ അപ്പുറത്ത് നിർത്തുകയാണ്, അല്ലാതെ ഒരു സംഘടനയെ അല്ല. ഇങ്ങനെ ആവർത്തിച്ചുണ്ടാവുന്ന തുടർച്ചയായ പരാമർശങ്ങൾ, ഇപ്പോൾ മാറാട് ആവർത്തിക്കുമെന്ന് പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുമെന്ന് പറഞ്ഞു, ഇപ്പോൾ പിന്നെ ഈ കാര്യം പറഞ്ഞു, പേര് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന പരാമർശം വന്നു. ഇതിപ്പോൾ വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ തന്നെ എതിരഭിപ്രായം അവിടെ രൂപം കൊള്ളുകയാണ്. അത് ഒരു തരത്തിലും അതിനെ ന്യൂട്രലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ചെയ്യാനോ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ആയുധം ഇനി 3 മാസത്തിനിടയിൽ തെരഞ്ഞെടുപ്പിനിടയിൽ മുന്നിൽ ഉണ്ടോ? ട്രസ്റ്റ് ഡെഫിസിറ്റ്, കൃത്യമായി പറഞ്ഞാൽ ഒരു വിശ്വാസരാഹിത്യം മുസ്ലിം സമുദായത്തിന് ഇപ്പോഴത്തെ ഈ LDF സംവിധാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കാൻ തെരഞ്ഞെടുപ്പിന് ശേഷം ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആവർത്തിച്ച് ഇതുപോലെയുള്ള പരാമർശങ്ങൾ നടത്തുക വഴി ശരിക്കും എന്താ പറയാ, ഒരു നമ്മൾ ജാപ്പനീസിൽ ഹരാക്കിരി എന്ന് പറയും, സ്വയം കുത്തി മരിക്കുക എന്ന് പറയും. ഇപ്പൊ ശരിക്കും CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വയം കുത്തി മരിക്കലാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ അവരുടെ സാധ്യതകളെ മോശമായി ബാധിക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങളാണ്. ഇതിനെ ഈ പറഞ്ഞ ട്രസ്റ്റ് ഡെഫിസിറ്റിനെ ബ്രിഡ്ജ് ചെയ്യാനോ അത് അഡ്രസ്സ് ചെയ്യാനോ CPM നേതാക്കൾക്ക് കഴിയുന്നില്ല. ഇത് മാത്രം നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരുപാട് നേതാക്കൾ മന്ത്രിസഭയിലുണ്ട്, പാർട്ടിയിലുണ്ട്. അവരാരും സംസാരിക്കുന്നില്ല. എന്നാൽ പറഞ്ഞാൽ വിവാദം ഉറപ്പ് എന്ന നിലയിൽ സംസാരിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ സംസാരിക്കുന്നുണ്ട്. അവരുടെ വാക്കുകൾ വാവിട്ട് പോകുന്നുണ്ട്. അവർ ഉദ്ദേശിക്കുന്ന നിലവാരത്തിനും അപ്പുറത്തേക്ക്, ഉദ്ദേശിക്കാത്ത തലങ്ങളിലേക്ക് അത് പോകുന്നുണ്ട്. അതുണ്ടാക്കുന്ന ഡാമേജ് ഭയങ്കരമാണ്. പക്ഷെ ഒരു തരത്തിലും അത് മനസ്സിലാക്കാനോ അതിനെ അഡ്രസ്സ് ചെയ്യാനോ കഴിയാത്ത വിധത്തിൽ
അയഞ്ഞു പോവുകയോ ദുർബലമാവുകയോ ചെയ്തിട്ടുണ്ട്. CPM മാത്രമല്ല, ഇടതുമുന്നണി ആകെ. നേരത്തെ CPIയുടെ കാര്യം പ്രതീക്ഷ ചൂണ്ടിക്കാണിച്ചല്ലോ. ആ നിലയിൽ ശരിക്കും ഒരു ക്രൈസിസിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടാവുന്ന ഒരു സാമൂഹ്യ സ്പർദ്ധയുടെ ഒരു വശത്ത് CPM പ്രതി ചേർക്കപ്പെടുകയാണ്. അതിനെ കൗണ്ടർ ചെയ്യാനോ അതിനെ റിവേഴ്സ് ചെയ്യാനോ കഴിയാത്ത വിധത്തിലുള്ള ദൗർബല്യം ഇപ്പോൾ ആ പക്ഷം നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് വസ്തുത. അവിടെ മാർഷൽ സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിയാണ്, ഒരു സന്നിഗ്ധ ഘട്ടമാണ്. അങ്ങനെയെങ്കിൽ അതിനെ കവർ ചെയ്യാൻ, പാച്ചപ്പ് ചെയ്യാൻ CPM-ന് മുന്നിൽ ഈ 3 മാസത്തിനുള്ളിൽ, കാരണം വോട്ടാണല്ലോ, തെരഞ്ഞെടുപ്പാണല്ലോ, അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ വല്ലാതെ കുത്തി വ്രണമായി മാറിക്കഴിഞ്ഞു. അതിലേക്ക് എന്തെങ്കിലും ഒരു അത്ഭുതങ്ങൾ ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കാമോ? കൈപ്പള്ളി, അതിനകത്ത് CPM-നെ നന്നാക്കലല്ലോ നമ്മുടെ പരിപാടി. ഞാൻ ഒരു കാര്യം പറയാം. CPM-നെ നന്നാക്കി CPM-നകത്ത് പ്രതിക്കൂട്ടിലായി CPM വിട്ടു എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു തിരിച്ചുള്ള ചോദ്യം ഇതാണ്. അതായത് CPM മാത്രമല്ല ഈ മേലധ്യക്ഷന്മാരുടെയും മതസാമുദായ കക്ഷികളുടെയും പിന്നാലെ പോകുന്നത്. ഞാൻ ഇവിടുത്തെ എൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി ആ സിസ്റ്റത്തെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ പൊളിറ്റിക്കൽ പാർട്ടി അല്ല. സജി ചെറിയാനെ, നേരത്തെ AK ബാലനെ, അങ്ങനെയുള്ള വിഷലിപ്തമായിട്ടുള്ള ഒരു സമുദായത്തെ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇപ്പം പറയുന്നത് ജമാഅത്തെ ലക്ഷ്യമിട്ടാണെന്ന് പറയുന്നു. പക്ഷേ എന്താണ്, അതിന്റെ സീമകളെല്ലാം കടന്നുപോയി. ഇതൊരു സമുദായത്തെ മുഴുവൻ ഒരു പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു പ്രസ്താവനയിലേക്ക് പോയിട്ടില്ലേ ഇത്? അല്ല, അതിനകത്ത് മുസ്ലിം ലീഗിനെ പറഞ്ഞത്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസികളുടെ അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസികളുടെ അട്ടിപ്പേർ അവകാശം എന്താ? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ചെയ്ത കാര്യത്തെക്കുറിച്ചല്ലേ സജി ചെറിയാൻ പറഞ്ഞു. ഞാനങ്ങനെ കേട്ടോ മനസ്സിലാക്കിയത്. അപ്പൊ അതെങ്ങനെയാണ് കൈപ്പള്ളി അംഗീകരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് സജീശ്വരൻ അവിടെ വെച്ച് സംശയ നിവാരണം നടത്തി പോകണമായിരുന്നു. പോട്ടെ, ആ ദിവസം അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല. പിറ്റേ ദിവസം മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് കണിശമായിട്ട് പറയാമായിരുന്നു, ഞാൻ ഉദ്ദേശിച്ചത് മുസ്ലിം ലീഗിനെ. അദ്ദേഹം പറഞ്ഞില്ല. അപ്പോൾ എന്താണ്, സംശയം ജനതയ്ക്ക് മുന്നിൽ നിൽക്കുന്നു. വിഴിഞ്ഞം ഉപതെരഞ്ഞെടുപ്പ് നടന്നു ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരെണ്ണം നടക്കാറുണ്ടായിരുന്നു. 101-ൽ 100 നടന്നുള്ളായിരുന്നു. അവിടെ സിറ്റിംഗ് സീറ്റ് എന്ന് പറയുന്നത് CPM-ന്റെ ആയിരുന്നു, LDF-ന്റെ സീറ്റായിരുന്നു. ആ LDF-ന്റെ സ്ഥാനാർത്ഥി 83 വോട്ടിന് പരാജയപ്പെട്ടു. ജയിച്ചത് UDF സ്ഥാനാർത്ഥിയാണ്. അവിടുത്തെ വോട്ട് നില നോക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷം മുമ്പ് BJP അവിടെ 340 വോട്ട് വാങ്ങിയ പാർട്ടിയായിരുന്നു. എന്നാൽ 2434 വോട്ടിലേക്ക് ഇത്തവണ BJP മാറി. അവിടെ ഒരു സമുദായത്തിൽപ്പെട്ട 2 മുന്നണി സ്ഥാനാർത്ഥികൾ വരുന്നു. എന്നാൽ ഒരു ഹൈന്ദവ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു BJP. ഇത്രയും നാളും കിട്ടാതിരുന്ന 2000 വോട്ട് എങ്ങനെയാണ് വിഴിഞ്ഞത്ത് വന്നത് എന്നുള്ള ഒരു സംശയം രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതബോധം അല്ലെങ്കിൽ ജാതി രാഷ്ട്രീയം വളരെ ശക്തമായിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രാഷ്ട്രീയ ധ്രുവീകരണം അല്ലെങ്കിൽ ആ മത ധ്രുവീകരണം രാഷ്ട്രീയ രംഗത്തേക്ക് വ്യാപിക്കുന്നു എന്നുള്ളതിനകത്ത് CPM മാത്രമാണോ ഉത്തരവാദി എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ ചോദിക്കുന്നത് CPM അതിനകത്ത് ഉത്തരവാദിയാണ്. CPM-ന് എന്താ ഇത്ര കൊമ്പുണ്ടോ? CPM-ഉം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വീഴ്ചകൾ കൊണ്ടാണ് മതരാഷ്ട്രവാദം അല്ലെങ്കിൽ മത സാമുദായിക ശക്തികൾ തെരഞ്ഞെടുപ്പിനെ വിലക്കെടുക്കാൻ രീതിയിലേക്ക് ഞങ്ങളുടെ സമുദായം ഇല്ലെങ്കിൽ എന്റെ പാർട്ടി ഇങ്ങനെയല്ല എന്ന് ആരെങ്കിലും സംശയിച്ചാൽ ഇപ്പൊ പറയുന്നത് CPM തരാതരം എല്ലാവരും പോയിട്ടില്ലെന്ന് പറയുന്നത് CPM-ന് ഇക്കാര്യത്തിലൊക്കെ ഒരു നയമില്ലേ ഇത്? അല്ല, CPM ഒരു ഇടതുപക്ഷ മതേതര പ്രസ്ഥാനമാണ്. ഇപ്പോൾ BJP വളരുന്നു, യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ വർഗീയ ധ്രുവീകരണം വർദ്ധിക്കുന്നു, യാഥാർത്ഥ്യമാണ്. എല്ലാ മതവിഭാഗങ്ങളും മതധ്രുവീകരണ ശ്രമത്തിൽ ഭാഗമാക്കാൻ. മുസ്ലിം ലീഗ് മതേതര പാർട്ടിയല്ലേ? മുസ്ലിം ലീഗ് ഒരു സാമുദായിക പാർട്ടിയാണ്. മതേതര പാർട്ടി എന്ന് നമുക്ക് മുസ്ലിം ലീഗ് ഒരു സാമുദായിക പാർട്ടിയാണ്. എന്റെ ഈ കാര്യത്തിലെ ടേക്ക് എന്ന് പറയുന്നത് BJP വളരുന്നത് CPM-ന് CPM BJP ആകിക്കൊണ്ട് തടയാൻ കഴിയില്ല. CPM ആയി നിൽക്കണം. ഉറച്ച മതേതര ബോധ്യത്തിൽ ആകാശം ഒടിഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടയ്ക്കിടെ പറയുന്ന ഒരു വാചകമുണ്ട്, 4 വോട്ടിന് വേണ്ടി സാമുദായിക ധ്രുവീകരണമോ വേറെ പാട്ട്, അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അത് രാഷ്ട്രീയമായി ശരിയായ പ്രയോഗമല്ല. എന്തായാലും 4 വോട്ടിന് വേണ്ടി സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെ തടയണം എന്ന് മാത്രമല്ല, അളിയൻ ഈ വീട്ടിൽ ഇനി അലുവ കൊണ്ടുവരരുതെന്ന് പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെങ്കിലും പോയ വാക്കത്തുകളെ എടുത്ത് അകത്ത് വെക്കാനുള്ള ജാഗ്രത ആ പാർട്ടി കാണിച്ചാൽ അത്രയും ഡാമേജ് കുറഞ്ഞിരിക്കും. CPM-നെ നിങ്ങൾ നന്നാക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഒരു കാര്യം എനിക്ക് പറയുന്നത്, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഒരു മതേതര പാർട്ടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ മുസ്ലിം ലീഗിന് സ്വാഭാവികമായിട്ടും അവരുടെ വാപോയ കോടാലികളുണ്ടല്ലോ. സമുദായത്തിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. നമ്മുടെ സമുദായത്തിന് കിട്ടേണ്ടത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പ്. മതമാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം എന്നൊക്കെ പറയുന്ന സമയത്തും വിഷലിപ്തമായിട്ടുള്ള കാര്യങ്ങൾ അപ്പുറത്ത് പറയുമ്പോൾ അതും കൂടി അപകടകരമാണ്
അപകടകരമാണ് എന്ന് പറയണം. Yes, yes. അതും പ്രധാനപ്പെട്ട ഘടകമാണ്. മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ CPM-ന് കഴിയുന്നില്ല. ഇത് മൊത്തത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ ചാഞ്ഞ മരത്തിൽ ഓടിക്കയറുമ്പോൾ ഇപ്പോൾ KM ഷാജി നടത്തിയിട്ടുള്ള ഈ സമീപത്ത് നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ തന്നെ വലിയ വിവാദങ്ങൾക്ക് സ്കോപ്പുള്ളതാണ്. ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ MLA-യും മന്ത്രിയുമാകാൻ വേണ്ടിയിട്ടുള്ള സമുദായത്തിന് വേണ്ടിയിട്ടാണ് ഭരണം പിടിക്കേണ്ടതെന്ന് പറഞ്ഞു. വലിയ തോതിൽ ചർച്ചയാവേണ്ട ഒരു സംഗതിയാണ്. അത് അത്ര കണ്ട് ചർച്ചയായിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഞാൻ ഇന്നലെ ഈ ചർച്ചയിൽ ഉദ്ധരിച്ചു കാസർഗോഡ് ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ സജി ചെറിയാൻ ഉദ്ധരിച്ച കാസർഗോട്ടെ ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ പ്രസംഗമുണ്ട്. ഞങ്ങൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി നമ്മുടെ ഈ സ്ഥാനാർത്ഥി 5 നേരം നിസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന ഇസ്ലാമിക ചര്യയുള്ള സ്ഥാനാർത്ഥിയാണെന്ന് മട്ടിൽ മതത്തെ മുസ്ലിം ലീഗ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് CPM ഇതിനെ കൗണ്ടർ ചെയ്യുന്ന തലം എന്ന് പറയുന്നത് പാളിപ്പോകുന്നുണ്ട്. അതിന്റെ ലക്ഷ്യം മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ മുസ്ലിം സംഘടനകളും ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള സമീപനത്തിലേക്ക് CPM പോകുന്നു എന്ന് ആക്ഷേപിക്കുന്നത്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ അത് കൃത്യമായ സ്ട്രാറ്റജി വേണം. അതിന് അല്ലാതെ വെറുതെ നേരത്തെ പറഞ്ഞതുമാതിരി വെറുതെ വർത്തമാനം പറയുന്ന ആളുകൾ പറയുന്ന പകുതി വെന്ത കാര്യങ്ങൾ വലിയ തോതിൽ സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കുന്നതും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതുമാണ്. അത് ഡാമേജിംഗ് ആണ്, സ്വയം കുത്തി മരിക്കലാണ്. തീർച്ചയായും അതാണ്. അപ്പോൾ ഒരു യുക്തിഭദ്രമായ രീതിയിൽ ഒരു നിലപാട് ഇക്കാര്യത്തിൽ CPM-ന് ഉണ്ടോ? സജി ചെറിയാന്റെ ഈ വാക്കുകൾ ഓൺ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓൺ ചെയ്യുന്നില്ല, എന്നാൽ അപലപിക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതുമില്ല. അപ്പോൾ വല്ലാത്ത ഒരു നിലയിലേക്ക് എത്തുന്നു. പ്രതികരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഇത്തരം വാചകങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും.